വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെയുണ്ടായ ED റെയ്ഡിൽ പ്രതിഷേധം ശക്തം. കാസർഗോഡ് നഗരത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. തിരിച്ചടിക്കും കട്ടായം. വീടുകൾക്കായും അയ്യോമെന്ന് കേരളം ഭരിക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ ഒത്താശയോടുകൂടി കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാരാധ്യനായ CPM നേതാവ് CPMന്റെ PB അംഗവുമായിട്ടുള്ള സഖാവ് പിണറായി വിജയന്റെയും CPMന്റെ കേരള സംസ്ഥാന സെക്രട്ടറിയും വസതികൾ അനാവശ്യമായ നിലയിൽ റെയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാം, അതാണ്. അത് സംബന്ധിച്ച് പിന്നീട് വന്നു, അത് സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അത് മാസപ്പടി വാങ്ങലാണ്. അന്വേഷണം നടത്തിയില്ലേ? അനധികൃതമായി കൈപ്പറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞോ? അവർ കരാറിൽ വ്യവസ്ഥ അനുസരിച്ച് കിട്ടേണ്ടുന്ന പണം കിട്ടി. അതിനെന്താ തെറ്റ്? മുഖ്യമന്ത്രിയുടെ ഡീല്, രഹസ്യമായ ഡീല് ഇതിന് അന്തർധാരയിലാണ്.
ഇപ്പൊ ആരാണ് അന്തർധാര മനസ്സിലായോ? CPM-നെ ഒതുക്കാൻ ഇതാ ED അന്വേഷണം എന്ന് VD സതീശനും മോദിയും കൂടി തീരുമാനിക്കുന്നു. ഇന്നലെയല്ലേ VD സതീശൻ മോദിയെ കണ്ടത്? ഒരു ദിവസം മുമ്പല്ലേ? എന്നാണ് അവർ ചർച്ച ചെയ്തത്? CPM-നെ കേരളത്തിൽ ഒതുക്കാൻ ഒരേ ഒരു മാർഗം പിണറായിയെ തകർക്കണം, ED കാരണം. അങ്ങനെ ഇന്ന് പുലർച്ചെ ED വന്നത് വിവിധ സ്ഥലങ്ങളിൽ, പിണറായിയുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും അതിനുവേണ്ടിയല്ലേ? എന്ത് കിട്ടി? വന്നില്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചുക്കും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്തിട്ടാണ് ഇപ്പൊ ED പുറത്ത് നിൽക്കുന്നത്. ഒന്നും കിട്ടിയിട്ടില്ല. പിണറായിയിലെ അടച്ചിട്ട വീടിൽ നിന്ന് എന്ത് കിട്ടി? നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? പിണറായിയെ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്, അവരുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും എന്തിനായിരുന്നു ഈ റെയ്ഡ് നാടകം? ഇത് UDF-ഉം BJP-യും പരസ്പരം ആലോചിച്ച് ആസൂത്രണം ചെയ്ത ഒരു റെയ്ഡാണ്. അന്തർധാര CPM-ഉം BJP-യും തമ്മിലല്ല, അന്തർധാര UDF-ഉം BJP-യും തന്നെ. കോൺഗ്രസും UDF-ലെ ലീഗും എല്ലാം ചേർന്ന് കള്ള പ്രചാരവേല നടത്തി മാധ്യമങ്ങളെ പിടിയും പരസ്പരം ആലോചിച്ച് ആസൂത്രണം ചെയ്ത ഈ റെയ്ഡ് നാടകത്തെ കേരളം അപലപിക്കുന്നു.